നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ തൻസീർ. ഞാൻ MBR ക്യാൻസർ സെൻ്ററിൽ ന്യൂക്ലിയർ മെഡിസിൻ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. സെപ്റ്റംബർ മാസം തൈറോയ്ഡ് ക്യാൻസർ ബോധവൽക്കരണ മാസമായി ലോകമെമ്പാടും ആചരിച്ചു വരുന്നു. ഇതിൻ്റെ ഉദ്ദേശം തൈറോയ്ഡ് ക്യാൻസർ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കാനുള്ള ബോധവൽക്കരണവും അതിനുവേണ്ടിയുള്ള ശരിയായ ചികിത്സയും നൽകുക എന്നതാണ്. ഈ അടുത്ത കാലത്തായിട്ട് തൈറോയ്ഡ് ക്യാൻസർ കേസുകൾ വളരെ കൂടിയിരിക്കുന്നു, പ്രത്യേകിച്ച് കേരളത്തിൽ. കഴിഞ്ഞൊരു 10 വർഷം കൊണ്ട് തൈറോയ്ഡ് ക്യാൻസർ ഇൻസിഡൻസ് ഏകദേശം ഇരട്ടിയായി. എന്തൊക്കെയാണ് തൈറോയ്ഡ് ക്യാൻസറിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം. തൈറോയ്ഡ് ക്യാൻസർ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെയും ബാധിക്കുന്നു. ചെറിയ കുട്ടികൾ മുതൽ വളരെ മുതിർന്ന ആൾക്കാർക്ക് വരെ തൈറോയ്ഡ് ക്യാൻസർ ബാധിക്കും. കൂടുതലായി കാണപ്പെടുന്നത് സ്ത്രീകളിലാണ്. ഏകദേശം 2/3 കേസും സ്ത്രീകളിലാണ് കാണപ്പെടുന്നത്. അപ്പം തൈറോയ്ഡ് ക്യാൻസറിന് പല തരങ്ങളും അതിന് പല വകഭേദങ്ങളുമുണ്ട്. വെൽ ഡിഫറൻഷിയേറ്റഡ് തൈറോയ്ഡ് ക്യാൻസർ ആണ് ഏറ്റവും കൂടുതലായി കാണുന്നത്. അതിൽ തന്നെ 85 to 90% പാപ്പിലറി കാർസിനോമ എന്നൊരു ടൈപ്പാണ്. അപ്പം തൈറോയ്ഡ് ക്യാൻസർ നേരത്തെ തന്നെ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായും മാറുന്ന ഒരു അസുഖമാണ്. പക്ഷെ ചില അഗ്രസീവ് വേരിയൻ്റ് ഓഫ് തൈറോയ്ഡ് ക്യാൻസർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് അത് ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്. എന്തൊക്കെയാണ് തൈറോയ്ഡ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം. തൈറോയ്ഡ് ക്യാൻസറിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ കഴുത്തിന് മുമ്പിലായി കാണപ്പെടുന്ന ബട്ടർഫ്ലൈ ഷേപ്പിലായിട്ടുള്ള ഒരു ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. അപ്പോൾ അതിൽ നൊഡ്യൂൾ അല്ലെങ്കിൽ മുഴയായിട്ടാണ് മിക്കവാറും ആൾക്കാർ പ്രസൻറ്റേഷൻ. അത് ചിലപ്പോൾ നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമ്മൾ അറിയുക. അല്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കാൻ പോകുന്ന സമയത്ത് മറ്റു വല്ല അസുഖത്തിന് ഡോക്ടറെ കാണിക്കാൻ പോകുന്ന സമയത്ത് ഡോക്ടറായിരിക്കാം ചിലപ്പോൾ ഇത് പറയേണ്ടവ. അപ്പം നൊഡ്യൂള് സംശയം തോന്നിയാൽ തന്നെ നമ്മൾ ഉടനെ ഡോക്ടറെ കാണിച്ചിട്ട് നമ്മൾ അത് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പം നൊഡ്യൂള് അഥവാ മുഴ എന്ന് കണ്ടതുകൊണ്ട് പേടിക്കേണ്ടതില്ല. ഒരു 90% ഓഫ് നൊഡ്യൂൾസും, അതായത് പേടിക്കേണ്ടതല്ലാത്ത ബിനൈനാണ്. അതായത് ഒരു 10% ഈ മുഴ ക്യാൻസർ ആവാൻ സാധ്യതയുള്ളൂ. പക്ഷേ മുഴ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കാണിച്ചു അത് നമ്മൾ ഒരു ക്ലിനിക്കലി എക്സാം ചെയ്യിപ്പിക്കണം. അത് കൂടാതെ ഒരു അൾട്രാസൗണ്ട് ചെയ്യണം. അൾട്രാസൗണ്ടിലൂടെ തന്നെ നമുക്ക് മുഴ ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ടോ ഇല്ലയെന്ന് മനസ്സിലാക്കാൻ പറ്റും. മുഴ ക്യാൻസർ ആവാൻ സാധ്യതയുണ്ടെങ്കിൽ അതിൻ്റെ അൾട്രാസൗണ്ടിൻ്റെ ഫീച്ചേഴ്സ് അനുസരിച്ചിട്ട്, ലക്ഷണങ്ങൾ അനുസരിച്ചിട്ട് ക്യാൻസർ ആവാൻ സാധ്യതയുണ്ടെങ്കിൽ അത് FNAC എന്ന് പറയുന്ന ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി എന്ന ടെസ്റ്റ് കൊണ്ട് നമുക്കത് ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റും. അപ്പം ക്യാൻസർ ആണെങ്കിൽ അതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സർജറിയാണ്. സർജറിക്ക് ശേഷം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വെൽ ഡിഫറൻഷിയേറ്റഡ് തൈറോയ്ഡ് ഗ്രൂപ്പിൽപ്പെട്ട ക്യാൻസർ ആണെങ്കിൽ അതിൽ 3 ബയോപ്സി റിപ്പോർട്ട് അനുസരിച്ചിട്ട് ലോ റിസ്ക്, ഇൻ്റർമീഡിയറ്റ്, ഹൈ റിസ്ക് 3 റിസ്ക് ഗ്രൂപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് ഇൻ്റർമീഡിയറ്റും ഹൈ റിസ്ക്കും ഗ്രൂപ്പാണെങ്കിൽ റേഡിയോ അയൺ തെറാപ്പി വേണ്ടി വരും. ഇനിയിപ്പം വളരെ റെയർ ആയിട്ടുള്ള ചില കേസുകളിൽ എക്സ്റ്റേണൽ ബീം റേഡിയേഷൻ കൂടി വേണ്ടി വന്നേക്കാം.